രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതിക്കാരി മൊഴി നൽകുമെന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ വാർത്തയാണത്. SITക്ക് മറുപടി ലഭിച്ചു. മൊഴി നൽകാൻ തയ്യാർ എന്നാണ് മറുപടി മെയിൽ. നേരത്തെ പറഞ്ഞ KPCC അധ്യക്ഷൻ അയച്ചു കൊടുത്ത, KPCC അധ്യക്ഷൻ പോലീസിന് ഫോർവേഡ് ചെയ്ത, അതിൽ FIR ഇട്ട, FIR വിശദാംശങ്ങൾ ഇന്ന് കോടതിയിൽ പറഞ്ഞ ആ കേസ് ആദ്യ കേസിനേക്കാൾ അതിഗുരുതരമായ വലിയ പ്രൊഡേറ്ററി സ്വഭാവത്തിൽ, വലിയ വേട്ടയുടെ സ്വഭാവത്തിൽ വല്ലാതെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞ് ആ പരാതിക്കാരി മൊഴി നൽകാൻ ഒരുങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കാണ്. ആദ്യ കേസ് ഈ കൺസെൻഷ്വൽ സെക്സ്, പരസ്പര ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധം എന്നൊക്കെ പറഞ്ഞ് നിൽക്കാമെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് ക്രൂരമായ പീഡനത്തിൻ്റെ, വലിയ റേപ്പിൻ്റെ ആരോപണങ്ങളാണ് ആ പെൺകുട്ടി ഉന്നയിച്ചത്. ആ പെൺകുട്ടി മൊഴി നൽകാൻ തയ്യാറാണ് എന്ന് പറയുന്നു. ഷഫീദ് റാവുത്തർ ഒരുങ്ങും ചെയ്യുന്നു. ഷഫീദ്, കൂടുതൽ പരാതിക്കാർ രംഗത്തേക്ക് വരികയാണോ? കൂടുതൽ ഈ മൊഴി നൽകുകയാണെങ്കിൽ അത് രാഹുൽ ഉണ്ടാക്കുന്ന തിരിച്ചടി ചെറുതല്ല. ഷഫീദ്, അശ്മി, ഉറപ്പായിട്ടും. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആദ്യത്തെ പരാതി, അതിജീവിതം നൽകിയ പരാതിയിൽ ഈ പറയുന്ന രാഹുലിന് കുറേയധികം ക്ലെയിം ഉണ്ടായിരുന്നു. എന്നാൽ രണ്ടാമത്തെ പരാതി അങ്ങനെയല്ല. രണ്ടാമത്തെ പരാതിക്കാരിക്ക് ഇതുവരെ മുഖമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ മുഖം വന്നിരിക്കുന്നു. ഇന്ന് രാവിലെയാണ് ഇതുമായി ബന്ധപ്പെട്ട FIR പുറത്തേക്ക് വരുന്നത്. അതിനകത്ത് ക്രൂരമായിട്ടുള്ള ബലാത്സംഗം, അതിനൊക്കെ അപ്പുറത്തേക്ക് ഉപദ്രവം ഏൽപ്പിക്കൽ അടക്കമുള്ള വകുപ്പുകളായിരുന്നു ചുമത്തിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരുന്നു പ്രതി ചേർത്തിരുന്നത്. എന്നാൽ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു മെയില്, ഈ പരാതി വന്ന മെയിൽ ID-യിലേക്ക് SIT സംഘം അയക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ മൊഴിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടോ, ഉണ്ടെങ്കിൽ മൊഴി രേഖപ്പെടുത്താനുള്ള സൗകര്യം അത് അറിയിക്കണമെന്നൊക്കെയുള്ളതായിരുന്നു ആ മെയിലിൽ പോലീസ് അങ്ങോട്ടേക്ക് അറിയിച്ചു. എന്നാൽ ഇപ്പോൾ ആ മെയിലിന് പോലീസിന്റെ ആ ആവശ്യത്തിന് മറുപടി വന്നിരിക്കുന്നു. പരാതി നൽകാൻ, അല്ലെങ്കിൽ മൊഴി നൽകാൻ താല്പര്യമുണ്ടെന്നും മൊഴി എവിടെ രേഖപ്പെടുത്തണമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അത് ആ പരാതിക്കാരി പോലീസിന് മറുപടിയായി നൽകിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരികയാണ്. അത് വെറും കേവലം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അലിഗേഷൻ ഉന്നയിക്കുന്ന കേസായി മാറില്ല. 23 വയസ്സ് ഇപ്പോഴുള്ള 2023 ഉള്ള പെൺകുട്ടി 2023 രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്നതായിരുന്നു ആ പരാതി. ആ പരാതിയിൽ പറയുന്ന കാര്യം, ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസ ആവശ്യത്തിന് പോയ പെൺകുട്ടി വെക്കേഷൻ നാട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാവി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കണം, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാളൊഴിഞ്ഞ ഹോം സ്റ്റേയിലേക്ക് കൊണ്ടുപോയി. ആ വാഹനം ഓടിച്ചത് ഫെനി നൈനാണ്. അടൂരിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കോൺഗ്രസിന്റെ ഫെനി നൈനാണ്. അവിടെ വെച്ച് ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുകയും അതേപോലെ തന്നെ ശരീരമാസകലം ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ് ഇക്കാര്യത്തിലെ പരാതിക്കാരിയുടെ പരാതി. ഈ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയാൽ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചത് വലിയ തിരിച്ചടിയാകും. കൂടാതെ അദ്ദേഹത്തിന് നിലവിൽ ന്യായീകരിക്കാൻ കഴിയാത്തൊരു പരാതിയായി കൂടി ഇത് മാറുകയും ചെയ്യും. ഏതായാലും ഈ രണ്ട് കേസുകൾ ഇപ്പോൾ രാഹുൽ എന്തായാലും അത് ഗുരുതരമായ പരാതിയാണ്. 2023 സെപ്റ്റംബറിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെടുന്നു പറഞ്ഞാൽ നേരത്തെ അറിയാവുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ 2023 സെപ്റ്റംബറിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ വീണ്ടും പരിചയപ്പെടുന്നു. പിന്നീട് ആ സന്ദേശം കൂടുതൽ സന്ദേശങ്ങൾ ഉണ്ടാകുന്നു. ടെലിഗ്രാം വഴി സെൻഡിങ് അഫക്ഷനേറ്റ് മെസ്സേജസ് എക്സ്പ്രസിംഗ് ദാറ്റ് ഹി ഹാഡ് ഓൾവേസ് ലൈക്ഡ് മീ ആൻഡ് വിഷ് ടു മാരി മീ. വിവാഹം കഴിക്കണമെന്ന് പറയുന്നു. വിവാഹ വാഗ്ദാനം നൽകുന്നു. വിവാഹം കഴിക്കാൻ വീട്ടിൽ സംസാരിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം ക്രൂരമായ ബലാത്സംഗത്തിന് സമാനമായ ലൈംഗിക പീഡനം ഉണ്ടാകുന്നു. അതിനുശേഷം വിവാഹം കഴിക്കാൻ തയ്യാറല്ലെന്ന് പറയുന്നു. അതിൽ ഫെനിനൈനാൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ പരാതിയാണ് ഈ പരാതി. പക്ഷേ FIR-ൽ ഫെനിനൈനാൻ്റെ പേരൊന്നുമില്ല. FIR-ൽ ഒറ്റപ്രതി മാത്രമാണ് അതിലുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ്. അതിലാണ് നിർണായകമായ ഡെവലപ്മെൻറ്റ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പെൺകുട്ടി, ഈ പരാതിക്കാരി, കേരളത്തിന് പുറത്തുള്ള പരാതിക്കാരി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ തയ്യാറാണെന്ന് മെയിൽ വഴി അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നു. അത് ആദ്യ പരാതിയേക്കാൾ ഗുരുതരമായ പരാതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.